വാർത്ത നൽകാനുള്ള സമയം കൂടിയാണ് അല്ലെ. തലസ്ഥാനത്ത് വീണ്ടും ഒരു വെർച്വൽ അറസ്റ്റ് ശ്രമമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇടപ്പഴഞ്ഞി സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനെയാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. സംശയം തോന്നിയ മകൻ പോലീസിൽ വിവരമറിയിച്ചു. മ്യൂസിയം എസ്ഐ ഷെഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി തട്ടിപ്പ് കയ്യോടെ പൊളിച്ചു. തട്ടിപ്പിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് പറഞ്ഞായിരുന്നു വെർച്വൽ അറസ്റ്റ്. 3 മണിക്കൂറോളം തിരുവനന്തപുരം ഇടപ്പഴഞ്ഞി സ്വദേശിയായ അധ്യാപകനെയും കുടുംബത്തെയും തട്ടിപ്പ് സംഘം മുൾമുനയിൽ നിർത്തി. കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ മുംബൈയിൽ പിടിയിലായ വിമൽകുമാർ എന്ന വ്യക്തിക്ക് ഇടപ്പഴഞ്ഞി സ്വദേശിയായ അധ്യാപകനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആദ്യ കോൾ എത്തിയത്. പിന്നാലെ വീഡിയോ കോളിലെത്തിയ CBI ഉദ്യോഗസ്ഥൻ വെർച്വൽ അറസ്റ്റിലെന്ന് അറിയിച്ചു. സംശയം തോന്നിയ ഭാര്യ മകന് രഹസ്യമായി വിവരമറിയിച്ചു. മകനിത് പോലീസിന് കൈമാറി. പരാതി കിട്ടിയ ഉടൻ മ്യൂസിയം പോലീസ് വീട്ടിലെത്തുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെ. ജോലി തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞ SIയെയും വിരട്ടാൻ തട്ടിപ്പുകാരുടെ ശ്രമം. വാട്ട് ഈസ് യുവർ കൺസേൺ അബൌട്ട്? Okay. You do whatever you can do. SI തിരിച്ച് ചോദ്യം ചെയ്തതോടെ അപകടം മനസ്സിലാക്കിയ തട്ടിപ്പ് സംഘം തടിയൂരി. If you have anything to say, you just directly do you? Oh, yeah, I understand you. Whatever you are saying, you just came to this particular place and you just arrest him. Okay. 15 മിനിറ്റ് വൈകിയെങ്കിൽ പണം നഷ്ടമായേനെന്ന് മ്യൂസിയം SI ഷെഫിൻ. നമ്മൾ ശരിക്കുള്ള ഒരു യൂണിഫോം ദേഹത്ത് കിടക്കുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ ഇടപെട്ടപ്പോൾ ആണ് അത് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം അതുപോലും തന്നെ നമുക്ക് മാക്സിമം നമ്മളെപ്പോലും കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ളൊരു ചാതുര്യമുള്ള ആൾക്കാരായിരിക്കും അവിടെ അപ്പർ സൈഡിലിരിക്കുന്നത്. വെർച്വൽ അറസ്റ്റ് പോലുള്ള സൈബർ തട്ടിപ്പുകൾക്കെതിരെ വാർത്തകളും ബോധവൽക്കരണ സന്ദേശങ്ങളും തുടരുന്നതിനിടെയാണ് വീണ്ടും ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത്. നിങ്ങളുടെ അടുത്തേക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ വന്നേക്കാം. ജാഗ്രത കൈവിടരുത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ജാഗരൂകത ഇന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റും ഇത്തരം തട്ടിപ്പുകളെ. ഇതിപ്പോൾ ലൈവായിട്ട് തന്നെ ആ തട്ടിപ്പ് പൊളിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. പോലീസ് ഓഫീസർ വന്നിട്ട് നേരിട്ട് ഒന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് പറയുക, സ്ക്രീൻ അടക്കം ഓഫാക്കി പുള്ളിക്ക് പോകേണ്ടി വന്നു. നമ്മൾ ചിലപ്പോൾ നല്ല തിരക്കിലോ അല്ലെങ്കിൽ നല്ല ഉറക്കത്തിലോ, എനിക്ക് ഈയിടെ നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ ഒരു കോള് വന്നു. അത് പ്രേക്ഷകരും പറയുന്നുണ്ട് ഫുൾ ടൈം ഉറക്കത്തിലാണ്. കോള് വന്നപ്പോഴേ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ, അതായത് ഫോണിന്റെ കണക്ഷൻ വിച്ഛേദിക്കുകയാണ്, സിം വിച്ഛേദിക്കുകയാണ്, ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന നമ്പർ എന്താ സംഭവിച്ചെന്ന് നോക്കുക. അപ്പോൾ ചിലപ്പോൾ തിരക്കിനിടയിൽ എടുക്കുന്ന കോളായിരിക്കും. അപ്പോൾ നമ്മളിത് എന്താണെന്നൊരു കൺഫ്യൂഷനിൽ, അങ്ങനെ കൺഫ്യൂഷനിലാക്കി ആൾക്കാരെ തട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു. OTP എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ വളരെ സർവ്വസാധാരണമാണ്. അപ്പം ഈ OTP ചോദിച്ചുകൊണ്ടുള്ള കോളുകൾ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ബാങ്കിങ് സ്ഥാപനങ്ങളൊന്നും OTP ചോദിച്ച് കസ്റ്റമേഴ്സിനെ വിളിക്കില്ല എന്നുകൂടി അറിയുക. അത് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ തന്നെ ഇത്തരം തട്ടിപ്പുകൾ പൊളിക്കാൻ പറ്റും. അതുപോലെ അനാവശ്യമായി വരുന്ന ലിങ്കുകൾ അത് ഓപ്പൺ ചെയ്യാതിരിക്കുക. ആ ലിങ്കുകൾ ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്ന വലിയൊരു സാമ്പത്തിക തട്ടിപ്പിലേക്കായിരിക്കാം. യെസ്, നമുക്ക് അടുത്ത വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നറിയാൻ കഴിയുന്നു. പുത്തൂർ വയലിലെ AR ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ. DYFI പ്രതിഷേധം മുന്നിൽ കണ്ടാണ് ബത്തേരിയിൽ നിന്ന് ചോദ്യം ചെയ്യൽ കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. ഇന്നലെ പ്രധാനമായും NM വിജയന്റെ കത്തിലെയും ആത്മഹത്യാക്കുറിപ്പിലെയും പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. നിയമനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ താൻ പങ്കാളിയല്ല എന്നായിരുന്നു IC ബാലകൃഷ്ണന്റെ മറുപടി. നാളെ കൂടി ചോദ്യം ചെയ്യൽ തുടരാനാണ് സാധ്യതയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് നീക്കം. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മാസം 28-ന് ബത്തേരിയിൽ CPIM മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നുണ്ട്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നാണ് ആവശ്യം. യെസ്, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഈ വാക്ക് വേയിലൂടെ നടന്ന് വരുമ്പോഴാണ് നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മറൈൻ ഡ്രൈവിലെ പ്രധാനപ്പെട്ട റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് ഈ APJ അബ്ദുൽ കലാം മാർഗിലേക്ക് വരുന്നതിൻ്റെ കവാടത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഈ ഒരു പ്രതിമയാണ്. അവിടെ അബ്ദുൽ കലാം മാർഗ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ
ഒരു മനോഹരമായ ഒരു അല്ലേ? നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ മിസൈൽ മാന് എല്ലാ ആദരവും 24-ന്റെ ആദരവ് അർപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇതിന്റെ സ്മരണാർത്ഥമാണ് ഈ റോഡ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇതും കടന്ന് നമുക്ക് അടുത്ത വാർത്ത നമുക്ക് ഇവിടെ തന്നെ വായിച്ചു കൊടുക്കാം അല്ലേ? വയനാട്ടിൽ സഹകരണ ബാങ്കുകളിലെ നിയമന കോഴയിൽ അന്വേഷണത്തിന് നിയോഗിച്ചത് സഹകരണ വിജിലൻസിന്റെ വകുപ്പുതല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജമാലിനെതിരെയാണ് പൊതുപ്രവർത്തകനായ റോയ് ജോൺ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ബാങ്കുകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നൽകിയ പരാതികളിൽ നടപടി കൈക്കൊള്ളാത്ത ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ചത് അട്ടിമറി ലക്ഷ്യമിട്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. DCC ട്രഷറർ NM വിജയന്റെ മരണത്തെ തുടർന്നുണ്ടായ നിയമനക്കോഴ വിവാദം കത്തിപ്പടരുകയാണ്. ഇതിനിടയിലാണ് വയനാട്ടിൽ 5 സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്താൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായി നിശ്ചയിച്ചത് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജമാലിനെ. 30 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ സഹകരണ വകുപ്പിന്റെ തന്നെ ആഭ്യന്തര അന്വേഷണം നേരിടുന്ന ആളാണെന്നാണ് കുപ്പാടി സ്വദേശിയും പൊതുപ്രവർത്തകനുമായ റോയ് ജോണിന്റെ പരാതി. 66(1) അന്വേഷണത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചാൽ ഇതിലുള്ള ഒരു ക്രമക്കേടും പുറത്തു വരില്ല. ഇയാളുടെ കാലയളവിലാണ് ഈ അഴിമതികൾ ഫുള്ളും ഈ സഹകരണ ബാങ്കുകളിൽ നടന്നത്. അപ്പോൾ ഇയാളുടെ ഭാഗത്തുനിന്ന് അതിൽ സത്യം പുറത്തു വരാനുള്ള സാധ്യത കുറവാണ്. ബാങ്കുകളിലെ നിയമനക്കോഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നേരത്തെ നിരവധി പരാതികൾ നൽകിയ ആളാണ് റോയ് ജോൺ. നിലവിൽ അന്വേഷണം നടക്കുന്ന ബാങ്കുകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ഇതേ അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാണ് കൈമാറിയതെന്നും ഇതിൽ ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നും റോയ് ആരോപിക്കുന്നു. അതിനാൽ തന്നെ നീതിയുക്തമായ അന്വേഷണം ഉണ്ടാകില്ലെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടില്ലെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥനെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. 24 വയനാട്. വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് എറണാകുളത്ത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ തകരാറുണ്ടായിരുന്നു. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. എറണാകുളത്ത് ജില്ലാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് യോഗം ഇത്തവണ ലെൻ സെന്ററിൽ ചേരുന്നത്. PP കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് ആരോപിക്കുന്ന CAG റിപ്പോർട്ടും ചർച്ചയായേക്കും എന്നറിയുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ കമന്റിൽ ഒന്ന് നോക്കണ്ടേ? നമുക്ക് കുറെ നേരമായിട്ട് കമന്റിൽ നോക്കണം, കാരണം സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റായി. സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം പറയണം, എന്താണ് OTPയുടെ ഫുൾ ഫോം? അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി OTP എന്ന് പറഞ്ഞാൽ വൺ ടൈം പാസ്വേഡ്. അതായത് ഒരേ ഒരു സമയത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, പലപ്പോഴും OTP ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മിനിറ്റിനുള്ളിൽ അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റാതാവും. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും തട്ടിപ്പ് ഉപയോഗിച്ച് മറ്റൊരാളിൽ നിന്ന് ഈ OTP കിട്ടി അത് എൻ്റർ ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൺ ടൈം പാസ്വേഡിന്റെ ഒരൊറ്റ തവണ ഉപയോഗിക്കാൻ സാധിക്കുന്ന പാസ്വേഡിന്റെ സമയം. അതെ, ഷഫീർ മണ്ണാർക്കാട് ഒരു കാര്യം പറയുന്നത്, 24 നടത്തുന്നത് പോലെ ഒരു തട്ടിപ്പ് വേറെ ആരും നടത്തുന്നില്ല എന്നാണ് ഷഫീർ മണ്ണാർക്കാട് പറഞ്ഞത്. അപ്പോൾ ഞെട്ടണ്ട, ബാക്കി കാര്യം കൂടി പറയുന്നുണ്ട്. പലവിധ പരിപാടികൾ ഒരു ദിവസത്തിന്റെ സിംഹഭാഗം അടിച്ചു മാറ്റുന്നു. ഞങ്ങൾ കുറെ പ്രേക്ഷകരെ ഇതിനടിമകളാക്കി. ഈ ലഹരിയിൽ നിന്ന് ഒരു മോചനം ഒരിക്കലും സാധ്യമല്ല. ഈ ലഹരിയിൽ നിന്ന് മോചനം സാധ്യമേ അല്ല കേട്ടോ. ആ ലഹരി നല്ലതാണ്. ഷഫീർ മണ്ണാർക്കാട് ഇന്നലെ പ്രജനെ കൺഗ്രാജുലേറ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ വായിച്ചില്ല. അതുപോലെ ലേസിയസ്റ്റ് ക്വീൻ ഇന്നലെ പറയാൻ മറന്നുപോയി, ഇന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മിനി ചേച്ചി ചോദിക്കുന്നു, എനിക്ക് ചെലവ് ചെയ്തോന്ന്. ചെലവൊന്നും ചെയ്തിട്ടില്ല ചേച്ചി, പക്ഷെ ഞങ്ങൾ പിടിച്ച് ചെലവ് ഇന്നലത്തെ കാര്യം ഒന്നും പറയണ്ടല്ലോ അല്ലേ? ഏത് ഓഫീസിൽ അല്ല, എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ലല്ലോ. മധുരം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മധുരം കട്ട് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് വേറെ ചെലവ് ചെയ്യണം. ശരി. ഇതാ രവീന്ദ്രൻ സിയെ പറഞ്ഞു, 25ാം വിവാഹ വാർഷികമാണെന്ന് രവീന്ദ്രൻ തൃക്കാക്കര. അപ്പോൾ രണ്ടുപേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, വാർഷികാശംസകൾ. ഒപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് നമ്മുടെ അശ്വിൻ നമ്മളെ ഇവിടെ കൊണ്ടുവരുന്ന അശ്വിന്റെ ബർത്ത്ഡേ ആണ്. അശ്വിൻ ഒന്ന് പെട്ടെന്ന് വരും ഇങ്ങോട്ട്, ഓടിവാ. ഹാപ്പി ബർത്ത്ഡേ അച്ചു. ഹാപ്പി ബർത്ത്ഡേ അച്ചു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ അല്ലേ? അപ്പോൾ നല്ല വർഷമാകട്ടെ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് കേക്കൊക്കെ വാങ്ങി തരുന്നത്? ഇച്ചിരി പേടിച്ചു പോയി. അപ്പോൾ താങ്ക് യു സോ മച്ച് അച്ചു. ഓരോ ദിവസവും ഞങ്ങളെ വളരെ സുരക്ഷിതമായി എത്തിക്കുന്നതിന് താങ്ക് യു. നല്ലൊരു വർഷമാകട്ടെ, ഇനി വരുന്ന വർഷങ്ങളെല്ലാം നല്ലതാവട്ടെ. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് വാർത്തയിലേക്ക് പോവാം. CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്.
മന്ത്രി പി രാജീവും ജില്ലാ സെക്രട്ടറി CN മോഹനനും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ശാന്തമാണ് എറണാകുളത്തെ CPIM. തൃപ്പൂണിത്തുറയിലെ പോലെ ചില പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രമാണ് തലവേദന. വിഭാഗീയത കെട്ടടങ്ങിയതിനാൽ CN മോഹനൻ തന്നെ ഇക്കുറിയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നേക്കും. CN മോഹന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയാൽ മാത്രമാണ് എറണാകുളത്ത് പുതിയൊരു സെക്രട്ടറിക്ക് സാധ്യതയുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ് S. സതീഷ്, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവരിൽ ഒരാൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ ദയനീയ പരാജയം, മുനമ്പം ഭൂമി തർക്കം, കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ നാടകം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. ഇടതുപാളയത്തിലേക്കുള്ള KV തോമസിന്റെ വരവും സമ്മേളനത്തിൽ ഉയരും. 3 ദിവസങ്ങളായി നടക്കുന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. 24 കൊച്ചി. യെസ്, അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗിലെ നമ്മുടെ മോർണിംഗ് വാക്ക് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മറൈൻ ഡ്രൈവിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ഇപ്പോൾ അതിങ്ങനെ ദൃശ്യമായി വരുന്നുണ്ട്. വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കായലിനടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കൊച്ചി കായലിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കായലിൻ്റെ മനോഹരമായ മറ്റൊരു ദൃശ്യം എന്ന് പറയാം, അത് അപ്പുറത്ത് നമ്മുടെ ഗ്രാൻഡ് ഹയാത്തുണ്ട്, ഗോശ്രീ പാലമുണ്ട്, അവിടെ തയ്യാറായി നിൽക്കുന്ന ബോട്ടുകൾ നമുക്ക് കാണാം. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെ ദൂര കാഴ്ചകൾ കാണാം. ഇപ്പുറത്താണെങ്കിൽ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. അങ്ങനെ ഈ സ്തൂപം കണ്ടോ, അബ്ദുൽ കലാം മാർഗിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ രചിച്ചിട്ടുള്ള നമ്മുടെ ബഹിരാകാശ സയൻസുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ അടക്കമുള്ള ഒരു സ്തൂപമാണത്. യെസ്, അങ്ങനെ കാഴ്ചകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലെ ഈ വാക്ക്വേയിൽ ഇവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ട്. പക്ഷെ ഇത് ഇവിടെ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്ര ഫങ്ഷനിങ് അല്ലാന്ന് തോന്നുന്നു. അതൊരു പോരായ്മയായിട്ട് ഇവിടെ തോന്നുന്നുണ്ട്. തോന്നുന്നു മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നില്ല എന്നത് വ്യക്തമാണ്. അതൊരു റിപ്പോർട്ടാണ്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 8ാം പതിപ്പിന് കോഴിക്കോട് തുടക്കം. 4 ദിവസങ്ങളിലായി ബീച്ചിലെ 9 വേദികളിലാണ് സാഹിത്യോത്സവം. 6 ലക്ഷത്തോളം കാണികളെ പ്രതീക്ഷിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്ര സമന്വയത്തിന് സാക്ഷിയാവുന്ന KLF-ൽ 15 രാജ്യങ്ങളിൽ നിന്നായി 500-ലധികം പ്രഭാഷകരാണ് പങ്കെടുക്കുന്നത്. സാഹിത്യം, ശാസ്ത്രം, കല തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖർ ഭാഗമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ജയ്പൂർ ഫെസ്റ്റിവലിനൊപ്പം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത് ശ്രദ്ധേയമായി. ഇപ്പോൾ കേരളത്തിൽ നിരവധി സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട്. വിവിധങ്ങളായ സാഹിത്യോത്സവങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമായി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. DC കിഴക്കേ മുറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ 300ഓളം സംവാദങ്ങളാണ് നടക്കുന്നത്. ഫ്രാൻസാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാസന്ധിയും സിനിമാ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്. 24 കോഴിക്കോട്. യെസ്, അപ്പോൾ നമ്മൾ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം, ഒരു പ്രേക്ഷകൻ MHF മീഡിയ എന്ന് പറയുന്ന ഒരു ID കമന്റ് വരുന്നുണ്ട്. അതിലാടരുത്, അത് പൊട്ടിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക, ഞാൻ എന്നും പോകാറുണ്ട്, ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ ഇരുന്ന് വീണിട്ടുണ്ടെന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ട ഈ ഓപ്പൺ ജിമ്മിലെ കാര്യമാണ്. അപ്പോൾ അത് ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അറിയാതെ വരുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് കയറി നിന്നോ ഇരുന്നോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വീണു പോകും, അപകടം പറ്റും. അധികൃതർ നിർബന്ധമായി ശ്രദ്ധിക്കുക. നമ്മുടെ KJ തോമസ് നമ്മുടെ പണി എളുപ്പമാക്കിയിട്ടുണ്ട്. കാരണം കമന്റ് ബോക്സിലുള്ള ഒട്ടുമിക്ക പേരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. ആരിഫ് NM, ഷഫീർ മണ്ണാർക്കാട്, ഭൈരവൻ കണ്ണൂർ, മലബാർ വാലി, PC ദിലീപാണ്, മിനി ബാബു, വസന്തകുമാരി K, ആശ, സിന്ധു, ഹസീന ഷാജി, ലേഖ ജയൻ, വിൻസി, BV, ഇവർക്കെല്ലാം ഗുഡ് മോർണിംഗ് എന്ന്. അപ്പോൾ ഇത്രയും പേര് അവിടെയുണ്ട്. മാത്രമല്ല വിജയൻ ചോദിച്ചിട്ടുണ്ട്, പ്രജൻ അവാർഡിതനായതിന്റെ ഭാഗമായി ചെലവ് ജവാൻ കമന്റ് ബോക്സിൽ, ജവാൻ എന്നൊരു മദ്യമല്ലേ, നോ ചേട്ടാ, ഡോണ്ട് ഡു, മദ്യപാനത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ഞങ്ങൾ 2 പേരും ലഹരി ഉപയോഗിക്കാത്തവരാണ്, ചേട്ടന് ജിലേബി അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഒരു സന്തോഷമാണല്ലോ. അപ്പൊ നമ്മളിതാ മറൈൻ ഡ്രൈവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണിത്, ഈ പറയുന്ന റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മളത് കണ്ടിട്ട് ആസ്വദിച്ച് വരാം. അതിനുശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. മറൈൻ ഡ്രൈവിന്റെ റെയിൻബോ ബ്രിഡ്ജിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കമന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹരിഗോവിന്ദ് ND പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പട്ടിയെ
നടക്കാൻ കൊണ്ടുപോവുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് നിങ്ങളും എന്ന് പറയുന്നത്. വളരെ സന്തോഷം. അതെ. അപ്പോ നമുക്ക് വിജയൻ പറയുന്നു എന്ത് ഭംഗി, നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്, പ്രകൃതിയെ. വിജയൻ ചേട്ടൻ ഇത് സ്ഥിരമായിട്ട് ഇടുന്ന കമന്റ് ആണ്. താങ്ക് യു. എന്തായാലും പ്രകൃതി ഭംഗിയെ അഭിനന്ദിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കായിക വാർത്തകളിലേക്ക് പോവാം. സ്പോർട്സ്. ഐ ലീഗിൽ ഗോകുലം കേരള FC ഇന്ന് ഇന്റർ കാശിയെ നേരിടും. ഇന്റർ കാശി എന്ന് പറയുമ്പോൾ വിനിൽ കാശി, നമ്മുടെ വിനിൽ കാശി ഇവിടെ കൂടിയുണ്ട്. അപ്പോൾ ഐ ലീഗിൽ ഗോകുലം കേരള FC ഇന്ന് ഇന്റർ കാശിയെ നേരിടുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിജയവഴിയിൽ തിരിച്ചെത്തണമെന്നുറച്ചാണ് ഗോകുലം കേരള FC മറ്റൊരു ഹോം മത്സരത്തിന് ഇറങ്ങുന്നത്. കരുത്തരായ ഇന്റർ കാശി FC ആണ് എതിരാളികൾ. കഴിഞ്ഞ മത്സരത്തിൽ ഫിനിഷിംഗിലെ പോരായ്മകളായിരുന്നു ഗോകുലത്തിന് തിരിച്ചടിയായത്. തെറ്റുകൾ ആവർത്തിക്കാതെ മുന്നേറുകയാണ് മലബാറിയൻസിന്റെ ലക്ഷ്യം. I have confidence with my team, with my player, because if you see all match, you can see we play for win all match. പോയിന്റ് പട്ടികയിൽ ഗോകുലം 5-മതും ഇന്റർ കാശി 3-മതുമാണ്. ജയത്തോടെ പട്ടികയിൽ ഒരു പടി കൂടി മുന്നേറാനാണ് ഇന്റർ കാശി FCയും ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. വീണ്ടും ഒരു ഹോം മത്സരത്തിന് ഇറങ്ങുകയാണ് ഗോകുലം കേരള FC. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. യെസ്, അപ്പോൾ ഗോകുലം കേരള FC വിജയവഴിയിൽ തന്നെ നീങ്ങട്ടെ എന്നാണ് നമ്മുടെയും പ്രതീക്ഷ. ഇനി ഈ ISL-ലേക്ക് ഒന്ന് കഴിഞ്ഞാൽ ISL-ൽ മിന്നും ഫോം തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എവേ പോരിൽ ഈസ്റ്റ് ബംഗാളാണ് എതിരാളികൾ. രാത്രി 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. മലയാളി പരിശീലകൻ TG പുരുഷോത്തമന് കീഴിൽ മിന്നും ഫോമിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 3 ജയിച്ചതോടെ കൊമ്പന്മാരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ വെച്ചു. 17 കളിയിൽ 6 ജയം ഉൾപ്പെടെ 21 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിന് ശേഷിക്കുന്ന 7 മത്സരങ്ങളിൽ 12 പോയിന്റ് നേടാനായാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. ഈ സീസണിൽ ആദ്യം തോൽപ്പിച്ച ഈസ്റ്റ് ബംഗാളിനെ വീണ്ടും വീഴ്ത്താമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ പിന്നിൽ നിന്ന് പൊരുതി കയറി 1-നെതിരെ 2 ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. അന്ന് ഗോളടിച്ച നോവ സദൂയിക്കും ക്വാമി പെപ്രയ്ക്കുമൊപ്പം 10 ഗോളോടെ ടീമിന്റെ ടോപ്പ് സ്കോററായ ഹെസൂസ് സിമിനെ കൂടി ചേരുമ്പോൾ ആക്രമണം കൂടുതൽ കടുക്കും. ദുസാൻ ലഗത്തോറിന്റെ വരവോടെ പ്രതിരോധ നിരയുടെ കരുത്തും കൂടിയെന്ന പ്രതീക്ഷയിലാണ് കൊമ്പന്മാർ. അതേസമയം തുടർച്ചയായ 4ാം തോൽവി ഒഴിവാക്കാനാണ് ഈസ്റ്റ് ബംഗാളിന്റെ ശ്രമം. 16 മത്സരങ്ങളിൽ 10 തോറ്റ കൊൽക്കത്തൻ ക്ലബിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ ഡിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ് ഈസ്റ്റ് ബംഗാളിന്റെ ആക്രമണ നിരയെ നയിക്കുന്നത്. ജീക്സൺ സിംഗും പ്രപ്സുഗൻ ഗില്ലും ഉൾപ്പെടെയുള്ള മുൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും കൊൽക്കത്തൻ ക്ലബിന്റെ പാളയത്തിലുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. യെസ്, അപ്പോൾ 2 കേരള ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. 2 ടീമുകളും ജയിക്കട്ടെ. അതെ, നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകല. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. രാവിലെ 9-ന് നടക്കുന്ന 1-ാം സെമിയിൽ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് അലക്സാണ്ടർ സരേവിനെ നേരിടും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന 2-ാം സെമിയിൽ നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നറുടെ എതിരാളി അമേരിക്കൻ താരം ബെൻ ഷെൽട്ടനാണ്. യെസ്, അപ്പോൾ നമുക്കിനി എന്താണ് നമ്മുടെ പേപ്പറിൽ അല്ലെ പത്രത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ്? പത്രത്തിലേക്ക് പോകാൻ വരട്ടെ. നമ്മുടെ സീന മുഹമ്മദിന്റെ ഒരു കമന്റ് ഉണ്ട് കമന്റ് ബോക്സിൽ. അപ്പൊ സീന മുഹമ്മദിന്റെ ഒരു മകനുണ്ടെന്ന് അറിയാമല്ലോ, വാലന്റീനോ, നമ്മളുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നത്. അപ്പോൾ വാലന്റീനോയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, പ്രജിൻ സാർ ഒരു ദിവസം സ്പൈഡർമാന്റെ കോസ്റ്റ്യൂമിൽ വരണം വാർത്ത വായിക്കാനെന്നാണ് ആഗ്രഹം. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമാണ്, നമ്മുടെ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ ഈ കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, അവരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് സാധിച്ചു കൊടുക്കണം കൂവേ. അതെ അതെ, ഇത് മാത്രമല്ല SKN ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ SKN ഇത്തരം പരീക്ഷണങ്ങൾക്കൊന്നും എന്താണ് പറയാ എതിര് പറയാത്ത അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയുന്ന ആളാണ്. ഇതെങ്ങാനും കേട്ട് എൻ്റെ അടുത്ത് അത് പറഞ്ഞ് ഞാനൊക്കെ ആ രൂപത്തിൽ വന്നു കഴിഞ്ഞുള്ള അവസ്ഥയാണ്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ അതിരപ്പള്ളിയിലെ 24-ന്റെ ക്യാമറയിൽ പതിഞ്ഞു. ആ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.
ഇപ്പോൾ ദൗത്യസംഘം കഴിഞ്ഞ 2 ദിവസമായി തിരയുകയാണ് ഈ ആനയെ. ഡ്രോൺ നിരീക്ഷണത്തിൽ ഒന്നും കണ്ടെത്താനാവാത്ത ആനയാണ് ഇപ്പോൾ 24-ന്റെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. സൂരജ് സജി അതിന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, 24-ന്റെ ക്യാമറയിലാണ് ഇപ്പോൾ മസ്തകത്തിന് മുറിവേറ്റ ആ ആനയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ് ലൊക്കേഷൻ? അത്തരം വിശദാംശങ്ങളൊക്കെ പറയൂ. അപ്പോൾ ഇത് വനംവകുപ്പ് ഡോക്ടർ അരുൺ സിഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയുണ്ട്. അപ്പോൾ ഈ സംഘത്തെ എത്രയും പെട്ടെന്ന് അറിയിക്കുകയും ആനയ്ക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും, ഇത് പറയുന്ന പോലെ ചികിത്സ നൽകുന്നതിന് മുമ്പ് അതിനെ മയക്കുവെടി വെക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയിക്കേണ്ട ആവശ്യമുണ്ട്. സൂരജ് തയ്യാറായിട്ടുണ്ടെന്ന് പറയുന്നു. സൂരജ്, അപ്പോൾ ഇത് 24-ന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കാട്ടാനയുടെ. അപ്പോൾ എവിടെയാണ് ഇത് കൃത്യമായ ലൊക്കേഷൻ? ദൗത്യസംഘം ആ ഭാഗത്തുണ്ടോ? ഇല്ല പ്രജിൻ, നമ്മളാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിനടക്കം ഈ വിവരം കൈമാറിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ കാട്ടാനയുള്ളത്. കാട്ടാന ഒരു മറ്റു 3 കാട്ടാനക്കൊപ്പമാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇന്നലെ ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്നുള്ളതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. കാരണം ഇന്നലെ എല്ലാം ഉൾവനത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഈ കാട്ടാനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണമായി നമുക്ക് തോന്നുന്ന ഈ ആനക്കൂട്ടത്തിനൊപ്പം വലിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ആന ആക്രമിക്കപ്പെടുന്നു എന്നൊരു ബോധം രൂപപ്പെട്ടതിനെ തുടർന്ന് മറ്റ് ആനകൾ ഈ ആനയ്ക്ക് സംരക്ഷണം ഒരുക്കുകയാണ് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. എന്തായാലും നിലവിൽ വെറ്റിലപ്പാറ 14-ലാണ് ഈ പരിക്കേറ്റ ആനയുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ആനയെ ഇവിടത്തെ തുരുത്തിൽ, അതായത് ഈ 14-ലെ തന്നെ. ശരി സൂരജ്, അവിടെ തുടരുക. ദൃശ്യങ്ങളും പുതിയ വിവരങ്ങളും പങ്കുവെക്കുക. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ SKN തയ്യാറായി നിൽക്കുന്നുണ്ട്. ഓവർ ടു SKN.